കർത്താവിന്റെ സ്തോത്രം. എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ദൈവസഭയിലുള്ള മാതാപിതാക്കളെ, ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്നവരെ, നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇന്ന് അതിൻ്റെ അവസാന ഭാഗങ്ങളിലോട്ട് നമ്മൾ എത്തി. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്പിരിച്വൽ റിലത്തെക്കുറിച്ച് കണ്ടു. എന്തുവാ ഈ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ പ്രാധാന്യത? ദൈവത്തിൻ്റെ കാവല് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ സുരക്ഷ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം തൊട്ട് എവിടെ വരെ പറയുന്നുണ്ട്? വെളിപ്പാട് പുസ്തകം വരെ ദൈവത്തിൻ്റെ കാവല് പറയുന്നുണ്ട്. ഈവൻ സർവായുധ വർഗം എന്നൊക്കെ പറയുന്നതിന് പിമ്പിലുള്ള കാര്യം ദൈവത്തിൻ്റെ സുരക്ഷ, വ്യക്തിപരമായ സുരക്ഷ. ഇന്നിപ്പം നമ്മൾ വായിച്ച സങ്കീർത്തനം, ഇന്ന് സങ്കീർത്തനം വായിച്ചു. ആ സങ്കീർത്തനത്തിനകത്ത് ദാവീദ് ദൈവത്തോട് കാവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇല്ലേ ആൻറ്റി? ദൈവമേ എൻ്റെ ശരണമേ, അല്ലേ? ഓരോ സങ്കീർത്തനങ്ങളും നമ്മൾ ഓരോ ആഴ്ച വായിക്കുക. അപ്പൊ നിങ്ങൾ നോക്കിക്കൂ, ഈ ദൈവഭൃത്യന്മാരെല്ലാം കാവലിന് വേണ്ടി അവരവരുടെ തലമുറയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് എന്തുവാ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്? എല്ലാ ദൈവഭൃത്യന്മാരും അവരവരുടെ തലമുറയിൽ കാവലിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കും കാവൽ വേണം, നമ്മുടെ ജീവിതത്തിലും കാവൽ വേണമല്ലോ. അപ്പൊ നോക്കിക്കേ, കാവലെന്നുള്ളത് ഇത്രയൊന്നും അല്ല കേട്ടോ. ഞാൻ ഇത് ഒത്തിരി ഉണ്ട്, പക്ഷെ ഒത്തിരി പേജസ് പോകുന്നത് കൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാതിരുന്നതാ. ഇനി ഇസ്രായേലിനെ അവരെ ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങൾ, ഞാൻ ടെക്നോളജി പരമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ദൈവമക്കളെ പഠിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞതാ. ഇത്രയും വലിയ കാവൽ ഉണ്ടെങ്കിലും പക്ഷെ കാവല് നഷ്ടമായാൽ എന്ത് പറ്റുന്നെന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ കൂടെ നമ്മൾ കാണും. കാവൽ വേണം. ഇയ്യോബിന് കാവൽ ഉണ്ടായിരുന്നു. പക്ഷെ 3 ലെവൽ കാവലുണ്ടായിരുന്നു. കാവല് നഷ്ടമായപ്പോൾ എത്ര ലെവലിലുള്ള അറ്റാക്കുകളാവുന്നത്? 7 തരത്തിലുള്ള നഷ്ടം. ഇത് നമ്മൾ പഠിക്കണം. നമ്മുടെ ലൈഫിൽ 7 തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടോ? വരാൻ വേണ്ടി നോക്കണ്ട. ഉണ്ടോ? എന്തൊക്കെ നഷ്ടങ്ങളാ? അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഉപജീവന മാർഗത്തിനുള്ള സ്രോതസ് നഷ്ടമായി പോകും. ഉപജീവന മാർഗം, ചിലർക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടുന്നില്ല. അവിടെ അഗ്രികൾച്ചർ, ഇയ്യോബിന്റെ അഗ്രികൾച്ചർ നഷ്ടമായി. എങ്ങനെ നഷ്ടമായി? കാവല് പോയപ്പോൾ. ചില വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് കാവല് പോകുമ്പോഴാണ് അവരുടെ ജീവിതം താറുമാറാക്കുന്നത്. കാരണം എങ്ങനെ നഷ്ടം വരുന്ന അറിയത്തില്ല, പക്ഷെ എല്ലാം നഷ്ടമാണ്. ദൈവമേ, ചില വീടുകൾ അധ്വാനിച്ചിട്ട് പകൽ അധ്വാനമോ, പക്ഷെ അവരുടെ വീട്ടിൽ പൈസ ഇല്ല. ചിലരെത്ര മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യമില്ല. ചിലരെത്ര നല്ല ഫുഡ് കഴിച്ചിട്ടും അവർക്ക് സ്വസ്ഥതയില്ല. നല്ല വീടുണ്ട്, ഒരു രീതി. ചിലർക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഭയങ്കര സ്വസ്ഥത. നോക്കി, ഫിനാൻസ്, ബിസിനസ് ആൻഡ് ട്രാവൽസ്, ജനറേഷൻ നഷ്ടമായി. ഹെൽത്ത്, ഫാമിലി, സൊസൈറ്റി, എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ നഷ്ടങ്ങൾ വരുന്നത്? ഇത് മനസ്സിലാക്കണം. ഇതെല്ലാം നമ്മൾ കണ്ടു. നഷ്ടങ്ങൾ വരുന്നതിൻ്റെ കാരണം ഒരു വ്യക്തിയുടെ ചുറ്റുമുള്ള കാവല് നഷ്ടമായി, ആത്മീക സുരക്ഷ പോയി. എങ്ങനെയൊക്കെ ആത്മീയ സുരക്ഷ പോയി? പിന്നെ നമ്മൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രങ്ങളിൽ കൂടെ കണ്ടു. നമ്മൾ മൊത്തം ദൈവവചനമാണ് പഠിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇത്രയും മണിക്കൂറുകൾ ഇത് കേട്ടിട്ട് ദൈവമക്കൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇതിനകത്തുനിന്ന് എവിടുന്നെങ്കിലും കഥ എന്തെങ്കിലും വെളിയിൽ നിന്നെങ്കിലും പറഞ്ഞോ? 1-2 ഉദാഹരണം പറഞ്ഞു കാണും, അല്ലേ? എവിടെയെങ്കിലും കഥ പറഞ്ഞോ? ഞാൻ ദൈവവചനമാണോ? 80-90% ദൈവവചനമാണോ പറഞ്ഞേ? അപ്പൊ എന്ത് പ്രാധാന്യതയാ, എത്ര പ്രാധാന്യതയാ! നോക്കി, ന്യായാധിപന്മാരുടെ ചരിത്രങ്ങൾ നോക്കി, ഇതെല്ലാം നമ്മൾ കണ്ടു. ന്യായാധിപന്മാരുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. ഈ ലിസ്റ്റ് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരു ആൻറ്റി എനിക്ക് അയച്ചു തന്ന, ജോളി ആൻറ്റി എനിക്ക് അയച്ചു തന്ന, ഞാൻ അതെല്ലാം ലിസ്റ്റ് ഉണ്ടാക്കി ചെയ്തതാ, അല്ലേ? ദൈവവചനം കേൾക്കുന്ന, പഠിക്കാനുള്ളതുപോലെ എല്ലാം ലിസ്റ്റ്, എല്ലാം നമ്മളിവിടെ ഭാഗങ്ങളെല്ലാം കണ്ടു. സീസൺ കണ്ടു, നഷ്ടങ്ങളുടെ ഒരു സമയം വരുന്നത് ഇങ്ങനെ കണ്ടു. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഈ ഭാഗമാണ് നമ്മൾ കണ്ടത്, അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു 7 രീതികളിൽ ദൈവം നമ്മളോട് സംസാരിക്കും. 7 രീതികളിൽ. ഇന്ന് നമ്മൾ കാണാൻ പോവാ. ഇനി ഇത്രയും രീതികളിലൊക്കെ ദൈവം സംസാരിച്ചല്ലോ. ഇനി നമ്മൾ എങ്ങനെയാണ് വിടുതൽ എടുക്കേണ്ടത്? എങ്ങനെയാ വിടുതൽ എടുക്കേണ്ടത്? ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ബൈബിൾ എന്താ പറയുന്നത്? നമ്മൾ ഒത്തിരി വിഷയങ്ങൾ കേട്ടു.
ഒത്തിരി വിഷയങ്ങൾ കേട്ടു. ഇസ്രായേൽ മക്കളുടെ ലൈഫിൽ അതുണ്ടായിരുന്നു, കഷ്ടതയുണ്ടായിരുന്നു, പ്രയാസമുണ്ട്. ബൈബിളെല്ലാം ഇവരൊക്കെ എങ്ങനെ, ചില വ്യക്തികൾ തകർന്നു പോയി, ചില വ്യക്തികൾ എന്തോ പറ്റി തകർന്നു പോയി. മറ്റു ചില വ്യക്തികൾ തകർച്ചയെ പോയിട്ടും അവർ വിടുതലെടുത്തു. ആർക്കും ബൈബിൾ പഠിക്കുമ്പോൾ കാണാം ഏത് നിമിഷവും വിടുതലെടുക്കാം. ആർക്കും ഏത് നിമിഷവും വിടുതലെടുക്കാം. നമ്മുടെ മനോഭാവം പോലെ ഇരിക്കും, നമ്മുടെ സമർപ്പണം പോലെ ഇരിക്കും കേട്ടോ. ബൈബിളിൽ നിങ്ങൾ ഏത് വ്യക്തികൾ 10ാം തലമുറ പള്ളിയിൽ കേറല്ലെന്ന് പറഞ്ഞ പെങ്കൊച്ചു പോലും ദൈവത്തെ ഒന്ന് വിടുതലെടുത്തിട്ട് പോയി. 10ാം തലമുറ പോലും അവനല്ല അവന്റെ സന്തതികൾ പോലും എൻ്റെ ആലയത്തിൽ വരല്ലെന്ന് പറഞ്ഞ് തമ്പുരാൻ പറഞ്ഞിടത്ത് ആ പെങ്കൊച്ചു ഒന്ന് വിടുതലെടുത്തിട്ട് പോയി. എന്തുവാ പെങ്കൊച്ചിന്റെ പേരെന്നറിയാമോ? രൂത്ത്. ഒരു ദൈവം വെറുക്കുന്ന കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ പാപത്തിനകത്ത് പിടിക്കപ്പെട്ട അങ്ങനത്തെ ഇസ്രായേൽക്കാരത്തി അല്ല, മറ്റൊരു രാജ്യക്കാരത്തിയ. പക്ഷെ അവൾ അവളുടെ ജീവിതത്തിന്റെ കഠിനമായ ജീവിതമെല്ലാം മാറ്റിവെച്ച് ഈ ദൈവത്തിന്റെ പ്രമാണത്തിലേക്ക്, വിശുദ്ധ പ്രമാണത്തിലേക്ക് അടുക്ക വന്നു. രാഹാബ് തുടർന്ന് താൻ വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങി. ആ മകളെ ദൈവം അനുഗ്രഹിച്ചു. ഇനി ഏതാ? അമ്മ ശപിച്ചതാ. വേദനയോടെ ഞാൻ പ്രസവിച്ചെന്ന് പറഞ്ഞ് എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ്. ഇവനെ അങ്ങനെ തകർന്ന അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയോ? അപ്പൻ ശപിച്ചതായിരുന്നു ലേവീനെ. അപ്പൻ അവന്റെ മന്ത്രണങ്ങളിൽ കൂടല്ലേ, അവനോടുകൂടെ ആരും കൂട്ടുകൂടല്ലേ എന്ന് പറഞ്ഞ ഈ പുള്ളിയെ ദൈവം അനുഗ്രഹിച്ചു. പറഞ്ഞു ദൈവമക്കളെ, അനുഗ്രഹിച്ചു. ഇബ്താഹ് ആരായിരുന്നു? വേശ്യാപുത്രൻ. ഇബ്താഹിനെ ദൈവം അനുഗ്രഹിച്ചോ? ഇനി ദൈവസന്നിധിയിൽ മടങ്ങി വന്നോ? ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, നീ ഇവിടുത്തെ കാര്യം കൊണ്ട് ഇവിടെ വരല്ലേ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടുത്തെ കാര്യം കൊണ്ട് നീ ഇവിടെ വരല്ലേ. പക്ഷെ നീ ഇവിടോട്ട് കയറുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് കയറുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണവും ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്നെ ഇറങ്ങി വന്ന് കരം വെച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കുമോ? ആരെ ദൈവം അനുഗ്രഹിക്കാത്ത? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കൽ ഇസ്രായേൽക്കാര് മാത്രമായിരുന്നു വന്നേ. ഒരു ശതാധിപൻ വന്നു, ജാതീയനാ. ഒരു ശതാധിപൻ വന്നു അല്ലേ? ഇനി പഴയ നിയമം പഠിക്കുമ്പം ഒരു സുറിയക്കാരനായ നയമാൻ വന്നു, ഉള്ള കുഷ്ഠരോഗം മാറി അല്ലേ? കർത്താവിന്റെ അടുക്കൽ വരുന്നത് നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം? കർത്താവ് ഇതൊക്കെ എൻ്റെ ലൈഫിൽ പറ്റി, എനിക്കൊരു ജീവിതം ഞാൻ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി നീതിയോടെ ജീവിച്ചോളാം. ആ തേജസ്സിലോട് കയറുക, വെളിച്ചത്തിൽ നടക്കുക. ജീവിതത്തിൽ പഴയ അനുഭവങ്ങളെല്ലാം വരുന്നതിനെ കൊന്നു കളയാം. ജീവിതത്തിൽ ജീവിക്കാമോ? കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ? ഇനി മറ്റൊരു വശം കൂടെ പറയാം. ഈ പെന്തക്കോസുകാരുടെ ജീവിതം പലപ്പോഴും പെന്തക്കോസി വന്നിട്ടും ചിലർ അനുഗ്രഹിക്കപ്പെടാത്ത എന്താണെന്നറിയാമോ? ചിലർ പെന്തക്കോസി വന്നു, അവരുടെ ലൈഫിൽ സ്നാനപ്പെട്ടു, പെന്തക്കോസി വന്നു, എന്നിട്ട് ഇവർ അനുഗ്രഹിക്കപ്പെടാത്ത എന്നറിയാം. അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം ഇവരുടെ പഴയ സ്വഭാവം വിട്ടിട്ടില്ല. ഇവർ സ്നാനപ്പെട്ടു, വെള്ളയിട്ടു, കോട്ടിട്ടു, എല്ലാം നല്ല സുന്ദരനായി, വെള്ളം എല്ലാം കറക്റ്റ് ഇട്ടു. പക്ഷേ എന്താ അനുഗ്രഹം വരാത്ത എന്താ? ഈ പഴയ സ്വഭാവം വിട്ടിട്ടില്ല. ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇല്ലെങ്കിൽ ജനറേഷണൽ ആയിട്ട് കിടക്കുന്ന പ്രോബ്ലങ്ങൾ, വേരുകളെ പിടിതു കളഞ്ഞിട്ടില്ല. അതെല്ലാം പിടാം. പക്ഷെ നീ ജീവിതത്തിലോട്ട് വന്ന മാനസാന്തരപ്പെടാമെങ്കിൽ അല്ലേ, കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കും. കർത്താവ് ആർക്കും കടക്കാരനല്ല. ഈ പ്രസംഗിക്കുന്നത് കഥയല്ല, മിഥോളജി അല്ല, ഒരു ഊഹാപോഹമല്ല, ഒരു ഇലൂഷൻ അല്ല. ദിസ് ഈസ് എ ഫാക്ട്. ഇത് സത്യസന്ധമായ കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് കേട്ടോ. ഇത് ചുമ്മാതൊരു സൺഡേ ആണല്ലോ, ഒരു ആരാധന, ഒരു ചടങ്ങല്ല കേട്ടോ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. എങ്ങനെ ഇസ്രായേൽ മക്കൾ വിടുതലെടുത്ത്? ഇനി നമ്മളത് കാണാൻ പോവാം. എന്തുവാണ് ബൈബിള് ഒരു വ്യക്തി വിടുതലെടുക്കാൻ വേണ്ടി പറയുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ ഇത് പോയെന്ന് പ്രാക്ടീസ് ചെയ്ത ദൈവമക്കളെ,
നമ്മുടെയൊക്കെ ലൈഫിൽ ഒത്തിരി അളവിൽ വിടുതൽ കിട്ടിയവരാ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരെ ഓരോരുത്തരുടെ ലൈഫിലും വിടുതൽ കിട്ടിയവരാ. ഒത്തിരി അളവിൽ നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ദൈവം അനുഗ്രഹമായിട്ട് നമ്മളെ നടത്തുന്നവരാ. പക്ഷെ ഇവിടെ കൊണ്ട് നിൽക്കല്ല്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സന്തതികൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ, നിങ്ങളുടെ ജീവിതം ഇന്നുള്ളതിനെക്കാട്ടിലും സമൂഹത്തിനും രാജ്യത്തിനും ദേശത്തിനും പ്രയോജനപ്പെടുന്നവരായി മാറണം. അങ്ങനെ മാറണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ നന്മയും സൗഖ്യവും ആരോഗ്യവും ഉണ്ടാകണം. വിടുതൽ നടക്കണം. നിങ്ങൾ ദൈവരാജ്യത്തിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ടവരാണ് കേട്ടോ. എങ്ങനെങ്കിലും പൊത്തുവരത്തോ, അത് മലയാളികളുടെ സ്വഭാവമാണ്. എങ്ങനെങ്കിലും അല്ലല്ല, നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. ആ വേർഡ് നിങ്ങൾ ക്ലെയിം ചെയ്യും. എന്തുവാണ്? നിങ്ങൾ തന്നെ പറ, ഞാനൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ എങ്ങനെയായിരിക്കും അനുഗ്രഹമായിരിക്കുന്നത്? ഇന്ന് ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ വചനം പറയുക. നിങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആരോഗ്യത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു രോഗവും നിങ്ങളുടെ മീതെ വരത്തില്ല. 2, നിങ്ങളൊരു പണി ചെയ്താൽ അത് ബ്ലസ്ഡ് ആയിരിക്കും കേട്ടോ. നിങ്ങളൊരു പണി ചെയ്താൽ ബ്ലസ്ഡ് ആയിരിക്കും, എക്സലന്റ് ആയിരിക്കും. മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നത്തക്ക, കഥാവേ തോന്നല്ലേ, അസൂയ തോന്നത്തക്ക രീതിയിൽ നിങ്ങളുടെ പണി ഏറ്റവും സ്കിൽഡ് ആയിരിക്കും, ബെസ്റ്റ് ആയിരിക്കും. നിങ്ങളൊരു വർക്ക് ചെയ്താൽ അതിനകത്ത് ഭയങ്കര ക്വാളിറ്റി കാണും. നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ ആശയങ്ങളിൽ, നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ റിച്ച് ആയിരിക്കണം. നിങ്ങളുടെ ബന്ധങ്ങളിൽ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. എവറി ഏരിയ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ്, അതാ ഒന്നാമത്തെ. സ്പിരിച്വൽ ലൈഫ് ബ്ലെസ്ഡ് ആയിരിക്കണം. എല്ലാ ഏരിയകളിലും ബ്ലെസ്ഡ് ആയിരിക്കണം. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നുള്ള ലെവലിൽ നിൽക്കല്. എങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം? ഒന്ന് വായിക്കാമോ? അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, തുറക്കപ്പെട്ട വാതിലുകൾ അടയണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് എന്തുവാ? ബൈബിൾ എടുത്ത് വായിച്ചാട്ടെ. ഒന്നാമത് ചെയ്യേണ്ടത് പ്രോവർബ്സ്, സദൃശ്യവാക്യങ്ങൾ 28:13. പെട്ടെന്ന് പെട്ടെന്ന് കുറെ വാക്യങ്ങൾ എടുത്ത് വായിച്ചാട്ടെ. വായിക്കാമോ? തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ, കണ്ടോ, തെറ്റ് ചെയ്തിട്ട് അതിനെ ഒരിക്കലും ന്യായീകരിക്കരുത്. ഒരിക്കലും ന്യായീകരിക്കരുത്. തെറ്റ് മറ്റൊരാളെ മണ്ടക്കിടില്ല. തെറ്റ് ന്യായീകരിക്കരുത്. കർത്താവേ, എൻ്റെ ലൈഫിൽ പറ്റിയതാ, എൻ്റെ മിസ്റ്റേക്കാണ്, അതിന് പരിശുദ്ധാത്മാവേ ഞാൻ സമ്മതിക്കുന്നു. ദൈവത്തിന് അത് ഇഷ്ടമുള്ള സ്വഭാവം. പക്ഷെ ന്യായീകരിക്കാൻ പോയാലോ ദൈവം പോലും കൂട്ടു നിൽക്കത്തില്ല കേട്ടോ. ന്യായീകരിക്കാൻ പോയാൽ ദൈവം പോലും കൂട്ടു നിൽക്കത്തില്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ് തൻ്റെ തെറ്റുകളെ മറച്ചു വെക്കുന്നവന്, അത് ന്യായീകരിക്കുന്നവന്, മറച്ചു വെക്കുന്നവനെന്നാണ് പറഞ്ഞേക്കുന്നത്. മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ. അബദ്ധം പറ്റാം, ഏറ്റുപറയണം, എനിക്കത് പറ്റിപ്പോയി. ആരുടെ മുമ്പിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം. എത്ര വലിയവൻ വന്നാലും അതിനെക്കാട്ടിലും വലിയവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, കർത്താവിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് നമ്മുടെ തെറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. സങ്കീർത്തനം 32:5 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 32:5 ബൈബിൾ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാം. സങ്കീർത്തനം 32:5. എൻ്റെ അകൃത്യം ഞാൻ മറച്ചതുമില്ല, അല്ലേ? വായിച്ചോട്ടെ ആൻറ്റി. കണ്ടോ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം കണ്ടോ? ഞാൻ എൻ്റെ ആൻറ്റി പാപം നിന്നോട് അറിയിച്ചു. പാപം ദൈവത്തോട് പോയി അറിയിച്ചു. ദൈവത്തിന് അറിയത്തില്ലേ? അറിയാം. പക്ഷെ നീ അത് സമ്മതിച്ചിട്ട് ഏറ്റു പറയുന്നുണ്ടോ എന്നാ ദൈവം നോക്കുന്നത്. ദൈവത്തിന് അറിയത്തില്ല. ദൈവം അറിയാതെ ഒന്നുമില്ല. എൻ്റെ പാപം നിന്നോട് ഞാൻ അറിയിച്ചു. 2, എൻ്റെ ലംഘനം ഞാൻ നിന്നോട് ഏറ്റു പറഞ്ഞു. എൻ്റെ ലംഘനം ഞാൻ നിന്നോട് ഏറ്റു പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു. എൻ്റെ പാപത്തിന്റെ കുറ്റം നീ ക്ഷമിച്ചു. എൻ്റെ ലംഘനങ്ങളെ നീ ഓർത്തതുമില്ല. കേട്ടോ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നാമത് ചെയ്യേണ്ട കാര്യമാണ്. ഒന്നാമത് ചെയ്യേണ്ട കാര്യം? നമ്മുടെ പാപത്തെ നമ്മൾ ഏറ്റുപറയണം. മറച്ചു വെക്കല്ല. പാപത്തെ നമ്മൾ ഏറ്റുപറയണം. ഇസ്രായേൽ മക്കൾ എപ്പോൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചോ അന്നേരമൊക്കെ ദൈവം അവരോട് കരുണ കാണിച്ചെന്നു. ആണോ?
ദൈവം എന്തോ കാണിച്ചു? കരുണ. അവരോട് കരുണ കാണിക്കുന്നതിന്റെ അടയാളം എന്തോ കാണിച്ചെന്ന് അറിയാമോ? നിങ്ങളിത് ഒന്ന് ശരിക്കും ചിന്തിച്ചോ. ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഡോണ്ട് തിങ്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉദ്ദേശമാണോ നിങ്ങൾ ചിന്തിക്കൽ. ഇറ്റ്സ് ബിബ്ലിക്കൽ. നിങ്ങൾക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ദൈവവചനം കേൾക്കാൻ പറയാം, ഓപ്പണായിട്ട് ഞാൻ പറയാം. ദൈവം നിങ്ങൾ ആൻറ്റിയോ നിങ്ങൾ ആരെങ്കിലും ആവട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ദൈവസന്നിധിയിൽ ഏറ്റു പറയാം, കർത്താവേ എന്നെ വിടുവിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ. ദൈവം ചിലപ്പോൾ എന്തോ ചെയ്തെന്ന് അറിയാമോ? ബൈബിളിൽ നിന്ന് പഠിപ്പിക്കാം. ഇസ്രായേൽ മക്കൾ അവരുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞപ്പം ദൈവം അവരുടെ രക്ഷകനായി ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചു. അവരേറ്റു പറഞ്ഞു. എഴുന്നേൽപ്പിച്ചത് എവിടെയാ? വേറെ സ്ഥലത്ത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കിടന്ന് നിലവിളിച്ചപ്പം ദൈവം ആരെയാ? അവരെ ഡയറക്റ്റ് വിടുവിക്കുകയല്ല ദൈവം ചെയ്തത്. സൗദി കിടന്ന മോശനെ ദൈവം അഭിഷേകം ചെയ്തു ഇവരെ വിടുവിക്കാൻ. നിങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം? ദൈവം നിങ്ങളെ പ്രാർത്ഥന കേട്ട് വിടുവിക്കേണ്ടതിന് ദൈവം ഒരാളോടും കൂടെ കണക്ട് ചെയ്യും. അതിന് വിളിക്കുന്നവര് ഡിവൈൻ കണക്ഷൻ. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ ലൈഫിൽ പല അനുഗ്രഹങ്ങളും വരുന്നത് ബന്ധങ്ങളിൽ കൂടെ ആയിരിക്കും. ചില ബന്ധങ്ങൾ ബന്ധനമായി തീരല്ലോ. ചുമ്മാ അനാവശ്യമായിട്ട് പോയി ബന്ധത്തിൽ കൂടി ബന്ധനമാകണം കേട്ടോ. അതെല്ലാം പരിജ്ഞാനത്തിലായിരിക്കണം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിലായിരിക്കണം. അപ്പം ദൈവം ഒരാളെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടപ്പം ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു. ദൈവം എന്തോ എടുത്തു? ന്യായാധിപന്മാരുടെ കാലത്ത് എന്തോ എടുത്തു? അല്ലെ എപ്പോഴായാലും എന്തോ എടുത്തു? ആന്റി, ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്തു. ഇവർക്ക് വിടുതൽ കിട്ടി. അദ്ദേഹം ശത്രുവിനോട് ഫൈറ്റ് ചെയ്തു, വിടുതൽ കിട്ടി. ഇതുപോലെയാ ദൈവസഭ എന്ന് പറയുന്നത് വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ നിങ്ങൾ കളയല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടായ്മയാണ്. അനോയിന്റിങ്ങിന്റെ അകത്താണ് ഫ്ലറിഷ്നെസ് നടക്കുന്നത്. അനോയിന്റിങ്ങിന്റെ അകത്താണ് വളർച്ച നടക്കുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ദൈവം എന്നെ അഭിഷേകം ചെയ്ത് എന്തുവാണോ ആ അഭിഷേകത്തിനകത്തുള്ള വിടുതല നിങ്ങളുടെ മേൽ നടക്കത്തുള്ളൂ. അങ്ങനെ നടക്കത്തുള്ളൂ. ദൈവത്തിന്റെ വിടുതൽ അങ്ങനെ നടക്കുന്നത് കേട്ടോ. ബൈബിൾ നിങ്ങൾ പഠിക്കുമ്പോൾ കാണാം, നിങ്ങളുടെ നിലവിളി കേട്ടിട്ട് ദൈവം ആരെ എഴുന്നേൽപ്പിക്കും? അടുത്തൊരാളെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ അത് മറന്നുപോലെ. അപ്പം പാപങ്ങളെ ഏറ്റുപറയണം, മറച്ചു വെക്കല്ല്. ഇനി പുതിയ നിയമത്തിൽ എന്തോ പറയുന്നേ? പുതിയ നിയമത്തിൽ 1 യോഹന്നാൻ 1:9 എന്തോ പറയുന്നേ? 1 യോഹന്നാൻ 1:9 പറയുക, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവിടെയും പറയുന്നത് എന്തുവാ? നമ്മുടെ പാപങ്ങളെ, അങ്ങനെയല്ലേ ആന്റി? ഒന്ന് വായിച്ചു ആന്റി. 1 യോഹന്നാൻ 1:9. അയ്യോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. അത് ചെറുതാകട്ടെ. നിങ്ങൾ ചെറുതായിട്ട് കാണല്ല, അത് പിശാച് വലുതായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ. നമ്മൾ ചെറുതായിട്ട് കാണുന്ന പലപ്പോഴും പിശാച് വലുതായിട്ട് കാണും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ അവസരം ഇട്ട് കൊടുക്കല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു സമയത്ത് ചില സമയത്തൊക്കെ ഞാൻ വണ്ടി സ്പീഡിന് പോകുന്ന സമയത്ത് സ്പീഡിന് പോകും. ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ സിഗ്നൽ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ യെല്ലോ വരുന്നു, റെഡ് ആകാൻ തുടങ്ങുന്നു, അങ്ങ് ജമ്പി എന്ന് വെച്ചാൽ റെഡ് സിഗ്നൽ ജമ്പ് ചെയ്തൊന്നുമല്ല, ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു സമയത്ത്. പക്ഷെ കുറച്ച് സമയം എന്നോട് കർത്താവ് പറയാൻ തുടങ്ങി, എടാ നീ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന നീ ചെയ്യുന്ന തെറ്റാ. ഞാൻ വന്ന് ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ പിന്നെ തീരുമാനിച്ചേട്ടാ, ഈ ഓവർ സ്പീഡിങ്ങും ബൈക്ക് ജമ്പ് ചെയ്യുന്നത് നിർത്തുക. 2 മിനിറ്റ് താമസിക്കുമെന്നുള്ളേ ഉള്ളൂ. ഈ ഒത്തിരി ട്രാഫിക് റൂൾ ദൈവം നമുക്ക് ബുദ്ധി തന്നേക്കുന്നത്, ദൈവം നമ്മളോട് പറയുന്നത് എന്താ പറയുക, രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിച്ച് തന്നെ നമ്മൾ യാത്ര ചെയ്യണം. പരിശുദ്ധാത്മാവ് നമ്മൾ ഒരു സിഗ്നൽ ജമ്പ് ചെയ്തല്ല, ദാറ്റ്സ് ഓക്കെ, സാരമില്ല. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നതും
10,000-കണക്കിന് ആൾക്കാർ ഓരോ ദിവസം ചെയ്യുന്നതാണ് കാണും, ചലത്തെ അതങ്ങ് പൊക്കോളൂ. അല്ലല്ല, നിന്നെക്കുറിച്ച് ദൈവം അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. നിന്നെക്കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്നത് അതല്ല. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ പറയുന്നത്, മോനെ നീ അത് ചെയ്യൽ. നിന്നിൽ നിന്ന് ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ അന്ന് ലൈഫിൽ പഠിച്ചു അല്ലേ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ പുള്ളി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ ട്രാഫിക് സിഗ്നലിൽ എല്ലാം ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോർഡിന് അത്ര സ്പീഡിൽ ഓടിക്കത്തുള്ളൂ. ആൾക്കാർ പുറകെ കിടന്ന് ഓണടിക്കും, പുള്ളി പോകത്തില്ല. പുള്ളിക്കാരൻ UK ജനിച്ചു വളർന്ന അങ്ങനെ UK കുറച്ച് പഠിച്ചു വളർന്നത്. അപ്പോൾ അവിടെ എല്ലാം ട്രാഫിക് റൂൾ അങ്ങനെ പോകും. ഇന്ത്യ വരുമ്പോൾ പുള്ളി അതേ ട്രാഫിക് റൂളാണ്. ഓൺ അടിക്കലെന്ന് പറയുന്നത് പുള്ളി ഓൺ അടിക്കത്തില്ല. നമ്മളാണെങ്കിൽ ഓൺ അടിക്കലെന്ന് എവിടെയും എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ 10 ഹോൺ അടിക്കും. അല്ലെ, ആ ഓണടി കേൾക്കുമ്പോൾ അറിയാം നമ്മളും മാനസാന്തരപ്പെട്ടതല്ല, വണ്ടിയും മാനസാന്തരപ്പെട്ടതല്ല അല്ലേ. പക്ഷേ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം ദൈവസന്നിധി വലുതാണ്. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മളോട് ക്ഷമിക്കാൻ വിശ്വസ്തനും നീതിമാനും. അടുത്ത വേർഡ് പെട്ടെന്ന് വാ. അടുത്തത് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എന്തുവാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നത്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. നോക്കി, 2 ദിനവൃത്താന്ത പുസ്തകം. നിങ്ങൾ പെട്ടെന്ന് എടുക്കണേ. ഞാൻ ആ വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചാപ്റ്റർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി. വായിക്കാൻ വേണ്ടി 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം തൊട്ട് 13-14. എന്റെ മുഖം അന്വേഷിച്ച് അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം തരും. അയ്യോ, ഓ ഗോഡ്, ആ വേർഡ് ഉണ്ടല്ലോ, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഭയങ്കര പവർഫുള്ളാണ്. അവിടെ എഴുതിയേക്കുന്ന വേർഡ് എന്ന് അറിയാമോ? ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തുമെന്ന്. നോർമലി മനുഷ്യനല്ലേ സൗഖ്യം വേണ്ടി? ഇല്ല, മണ്ണിന് സൗഖ്യമുണ്ട് ആൻറ്റി, വെള്ളത്തിന് സൗഖ്യമുണ്ട് കേട്ടോ, വൃക്ഷങ്ങൾക്ക് സൗഖ്യമുണ്ട്, മൃഗങ്ങൾക്ക് സൗഖ്യമുണ്ട്, മനുഷ്യന് സൗഖ്യമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ കേട്ടായിരുന്നോ? മണ്ണിന് സൗഖ്യമുണ്ടെന്ന്, ഭൂമിയെ ദൈവം സൗഖ്യമാക്കുമെന്ന്, ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തുമെന്ന്. 2, വെള്ളത്തിന്, സമുദ്രത്തിലെ വെള്ളത്തിന് ദൈവം സൗഖ്യം വരുത്തും. 2, വൃക്ഷങ്ങൾക്കും മൃഗങ്ങൾക്കും ദൈവം സൗഖ്യം കൊടുക്കും. മനുഷ്യന് ദൈവം സൗഖ്യം തരും. നമ്മൾ ഈ സൗഖ്യം എന്ന് പറഞ്ഞേക്കുന്നത് എവിടെയാ കേട്ടേക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്ക് സൗഖ്യം, അതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ എവിടെയൊക്കെ സൗഖ്യമുണ്ട്? നമുക്ക് തന്നെ പല സൗഖ്യമുണ്ട്. നമുക്ക് തന്നെ ഫിസിക്കൽ സൗഖ്യമുണ്ട്, നമുക്ക് തന്നെ അന്തരാത്മാവിലുള്ള സൗഖ്യമുണ്ട്, ഇന്നർ ഹീലിംഗ് ഉണ്ട്, നമുക്ക് തന്നെ നമ്മുടെ ആത്മാവിലുള്ള സൗഖ്യമുണ്ട് കേട്ടോ. ഇതുപോലെ ബൈബിൾ പറഞ്ഞേക്കുന്നത് എന്താ പറയുക? ഞാൻ മഴ പെയ്യാതെ ഇരുത്തു കഴിഞ്ഞാൽ, ഞാൻ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളി അയച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കൃഷിയും മുടിച്ചു കളയും. ചിലത് വെട്ടുക്കിളി കളയുക, ചിലത് കൊടുങ്കാറ്റ, ചിലത് മഴ പെയ്യുക, കൃഷി നശിക്കുക, ദേശത്തിന് വിളവില്ല, നന്മയില്ല. ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാൽ നിങ്ങൾ എന്തോ എടുക്കണമെന്ന് ബൈബിൾ പറഞ്ഞേക്കുന്നത്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, നിങ്ങൾ തങ്ങളെ തന്നെ എന്തോ എടുക്കണം? താഴ്ത്തണം. എന്നിട്ട് നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞാൽ. അപ്പൊ കാരണം എന്താ? ഈ വെട്ടുകിളി വരാനുള്ള കാരണം എന്താ? ദുർമാർഗം. മഴ പെയ്യാനോ ഇതിരിക്കാനുള്ള കാരണം എന്താ? ദുർമാർഗം. നിങ്ങളത് മാറ്റിക്കളഞ്ഞ് എങ്കിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ താഴ്ത്തണം. എങ്കിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്പൊ ദൈവം ഒരു വാക്ക് പറഞ്ഞ വെട്ടിക്കിളി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശാസിക്കപ്പെടുമോ? എന്തോ വെട്ടിക്കിളി കാണിക്കുന്നതെന്ന് അറിയാമോ? വെട്ടിക്കിളി നമ്മുടെ ലൈഫിലും പലതും സ്പിരിച്വൽ വെട്ടിക്കിളിയാണ്. എന്ത് വെട്ടിക്കിളി എന്നറിയാമോ? ഒരു നന്മ അങ്ങോട്ട്, പച്ചപ്പ് ഇങ്ങോട്ട് വന്നു, ഈ വെട്ടിക്കിളി ഇങ്ങോട്ട് കൂട്ടമട തിന്ന് കളഞ്ഞിട്ട് പോയി. ഒറ്റ ദിവസം കൊണ്ട് തിന്ന് കളഞ്ഞിട്ട് പോയി.
ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾ തിന്നു കളഞ്ഞിട്ട് പോയി. അടുത്ത പച്ചപ്പ് ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ഒറ്റ മണിക്കൂർ കൊണ്ട് തിന്നു കളഞ്ഞിട്ട് പോയി. പ്രത്യേകിച്ച് ഇത് പറ്റുന്നുണ്ടല്ലോ ചില ലൈഫിൽ സാമ്പത്തികം. ചിലരുണ്ടാക്കി വെച്ച പണം ഒറ്റ അടി തിന്നിട്ട് പോയി. ചിലർ ഉണ്ടാക്കി വെച്ചിരുന്ന നന്മ ഒറ്റ അടിക്ക് പോയി. ഈ വെട്ടിക്കിളിയെ ദൈവം ശാസിക്കണം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ തന്നെ ദൈവത്തോട് പറയണം, വെട്ടിക്കിളി എൻ്റെ ജീവിതത്തിൽ ശാസിക്കപ്പെടണം. ഇതിനുമെല്ലാം കാവല. ദൈവം ശാസിക്കുക മാത്രമല്ല, ഇനിയും വന്ന് കയറാതെ വണ്ണം നിങ്ങളുടെ നന്മയ്ക്ക് ചുറ്റും എന്തോ തരും? കാവല് തരും. ദേശത്തിന് സൗഖ്യം വരും. ഇനി എസ്രായുടെ പുസ്തകം ഒന്ന് വായിച്ചേ. ഈ ദിനവൃത്താന്ത പുസ്തകം പറഞ്ഞിട്ട് നാളുകൾ കഴിഞ്ഞപ്പോഴാ എസ്ര എഴുതുന്നത്. എസ്രായുടെ പുസ്തകം ഒന്ന് വായിച്ചേ. എസ്ര എന്തോ ചെയ്തെന്ന് നോക്കി. എസ്രായുടെ പുസ്തകം 8:21. ബാബിലോണിയ പ്രവാസത്തിൽ കിടക്കുക. ബാബിലോണിയ പ്രവാസത്തിൽ, ആ പ്രവാസത്തിൽ കിടന്നുകൊണ്ടുള്ള എഴുത്തെഴുതുക എസ്ര. ഒന്ന് വായിച്ചു ആന്റി. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുദ്ധയാത്ര അവരോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അവിടെ വീട് എങ്ങനെയാ? എന്റെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ. ഒന്നുകൂടെ വായിച്ചാൽ മതി അത്. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുദ്ധയാത്ര അവരോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം. ശ്രദ്ധിച്ച് എസ്ര എന്ന് പറഞ്ഞ പുരോഹിതൻ പറയുക. എസ്ര എന്ന് പറഞ്ഞ പുരോഹിതൻ. ഇപ്പൊ കാലഘട്ടം മനസ്സിലാക്കാം. ഈ ദിനവൃത്താന്ത പുസ്തകമൊക്കെ ശലോമോന്റെ കാലഘട്ടമാണ്. ആലയത്തിന്റെ പ്രതിഷ്ഠയാണ്. ദിനവൃത്താന്ത പുസ്തകമൊക്കെ ആലയപ്രതിഷ്ഠയും ആ കാലഘട്ടങ്ങളിലാണ്, ശലോമോന്റെ കാലഘട്ടങ്ങളിൽ കേട്ടോ. ആ കാലഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് നോക്കിയേ, എസ്ര വരുമ്പോഴത്തേക്കിന് എത്ര കാലമാണെന്നറിയാമോ? BC 454 എങ്ങാണ്ടായി. BC 454. ശലോമോൻ ആലയം പണിയുന്നത് എനിക്ക് തോന്നുന്നു 950 950 ശലോമോൻ ആലയം പണിയുന്നത് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറഞ്ഞ 950 ശലോമോൻ ആലയം പണിയുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞതാ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തണമെന്ന് ദൈവം പറഞ്ഞതാ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന്. എത്ര വർഷം കഴിഞ്ഞു? 454 എത്തിയപ്പോൾ എത്ര വർഷം കഴിഞ്ഞു? നാളുകൾ കഴിഞ്ഞോ? എസ്ര ഇപ്പൊ ഇവിടെ സ്വന്തം ദേശത്തല്ല, ഇസ്രയേലിലല്ല, ബാബിലോണില. അവർ മടങ്ങിപ്പോവാ. രണ്ടാമത്തെ കൂട്ടരെ മടക്കിക്കൊണ്ടുവരിക. അന്ന് എന്തോ ചെയ്തത്? ഈ വചനം താന് ജീവിതത്തിൽ കൊണ്ടുവരിക. ഈ വചനം അന്നത്തെ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ, പണ്ട് പിതാക്കന്മാരുടെ കാലത്ത് ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് ഇപ്പൊ ഞങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുക. എന്തിനാ? അഹാവ ആറ്റിനരികെ വെച്ച് ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന്. ശരിക്കും പറഞ്ഞാൽ ബാബിലോണിൽ ചെന്നിട്ട് അവര് ചിലര് താണില്ല അല്ലേ. ഈ യഹൂദന്മാർ അങ്ങനെ, യഹൂദന്മാർ കുറച്ച് അഹങ്കാരികളാണ്, ഭയങ്കര അഹങ്കാരികളാണ്. കുറച്ച് തലക്കനമുണ്ട് അല്ലേ. പക്ഷെ ഇന്ന് അവർ ഉടഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവരെ ദൈവം താഴ്ത്തി, ഇവര് ദൈവസന്നിധി താഴുകയും കർത്താവേ അങ്ങയുടെ മുഖം അന്വേഷിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുത്തേ, ഹമ്പിളാകാൻ കൊടുത്തേ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തോറ്റെന്ന്. ഇല്ല. മറ്റുള്ളവർ വിചാരിക്കും ഇവർ തോറ്റെന്ന്, ഇവർ കഴിവില്ലാത്തവരാണ്. അല്ല, നിങ്ങളെപ്പോലെ ബലമുള്ളവരാരാണെന്ന് ദൈവം തെളിയിക്കാൻ പോകും. തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടും. അങ്ങനെ ബൈബിളിലെ വാക്യം. തന്നെത്താൻ താഴ്ത്തി കൊടുത്തേ. ദൈവം നിങ്ങളെ അവിടെ താണിരിക്കെ തക്ക സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തി. അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കാനാണ് പറഞ്ഞത്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്ന വാക്യം എന്തോ എടുത്തു? വേണ്ട, എസ്ര ചെയ്യാൻ തുടങ്ങി. കണ്ടോ, വിടുതലെടുക്കുന്ന സമയത്ത് എന്തൊക്കെയാ ചെയ്യേണ്ടി? ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? ഏറ്റു പറയണം. രണ്ടാമത്തെ കാര്യം ഏറ്റു പറയണം, ഉപേക്ഷിക്കണം, ഹമ്പിളാകുക. ഇനി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റെൻഡ് അവർ ഹാർട്ട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറാന യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുക, നീ വസ്ത്രങ്ങളെ, പഴയ നിയമത്തിൽ എന്തോ എടുക്കുമെന്ന് അറിയാമോ? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം അവരുടെ രാജകീയ വസ്ത്രങ്ങളെ മാറ്റി വെച്ചിട്ട് രട്ടുടുക്കും.
രട്ട് കാണിക്കുന്നത് വിലാപത്തിൻ്റെയും സാധാരണയുടെയും ഒരു 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 ഇതുവാ, താഴ്മയുടെയും ഒക്കെ അടയാളം എന്നുകൊണ്ട് രട്ട് ഉടുത്തിട്ട് എന്താ പറയുക, ദൈവസന്നിധിയിൽ പോയി താഴ്മ ഇരിക്കും, രട്ടുടുത്തിരിക്കും. പക്ഷെ ദൈവം പറഞ്ഞു, പഴയ നിയമത്തിലെ ആൾക്കാരെങ്ങനെ വസ്ത്രങ്ങളെ കീറിക്കളഞ്ഞിട്ട് രട്ടുടുത്ത് പ്രാർത്ഥിക്കും. ദൈവം പറയാം, നീ നിന്റെ വസ്ത്രത്തെ അല്ല കീറേണ്ടിയത്, വസ്ത്രത്തെ അല്ല കീറേണ്ടി. എന്തിനെ കീറണം? ഹൃദയങ്ങളെ കീറണം. എന്തിനാ ഹൃദയങ്ങളെ കീറാൻ പറഞ്ഞേ? നിന്റെ ആറ്റിറ്റ്യൂഡിന്റെ അകത്ത് ചേഞ്ചസ് വേണം, നിന്റെ സ്വഭാവത്തിന്റെ അകത്ത് ചേഞ്ച് വരണം. നമ്മൾ വെള്ള ഇട്ടു, ഞാൻ ഇന്ന് വെള്ളയെക്കുറിച്ച് അങ്ങ് പറയാം, കാരണം ഞാനും കൂടെ ഇട്ടേക്കുന്നതായതുകൊണ്ടാണ് ജനറലി അല്ലേ. പക്ഷേ നമ്മുടെ അകത്തൊന്നും മാറ്റം പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പക്ഷെ നമ്മൾ എന്തുവാ മാറേണ്ടി? ഹൃദയങ്ങളെ കീറണം. ദൈവസന്നിധിയിൽ കീറാമെങ്കിൽ, ഹൃദയങ്ങളെ കീറി ഒരു മാനസാന്തരം നടത്താമെങ്കിൽ, ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കണം. ദൈവം പറഞ്ഞേക്കുന്നത്, ഇവിടെ ദൈവം ദേശത്തിന് സൗഖ്യമാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ അറിയാമോ? നിങ്ങളുടെ നഷ്ടമായ സമയം തിരിച്ചു വരുമെന്ന്. ശോ, ലോകത്തിൽ ഒരാൾക്ക് പോലും തരാൻ പറ്റാത്ത സാധനം ആണോ മോനെ? നിങ്ങൾക്ക് പൈസ നഷ്ടമായി, പൈസ നാളെയും എടുക്കാമോ? അധ്വാനിച്ചുണ്ടാക്കാമോ? ഉണ്ടാക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടമായി, തിരിച്ചെടുക്കാമോ? പഠിച്ചു ഒക്കെ തിരിച്ചെടുക്കാം. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം ഞാൻ MDB ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടേ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പോഴാണ് ചെയ്യുന്നത്. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കാം. നഷ്ടമായിട്ടുണ്ടെങ്കിൽ പഠിക്കാം. അപ്പം പണം നഷ്ടമായാൽ തിരിച്ചെടുക്കാം, വിദ്യാഭ്യാസം നഷ്ടമായാൽ തിരിച്ചെടുക്കാം. ആരോഗ്യം നഷ്ടമായാലോ? കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നോക്കി ആഹാരം കൺട്രോൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യം തിരിച്ചു വരുമോ? എക്സസൈസ് ഒക്കെ നോക്കിയാൽ തിരിച്ചു വരും. നിങ്ങളുടെ ബന്ധങ്ങൾ നഷ്ടമായാലോ? തുടർന്ന് നല്ലവണ്ണം ജീവിച്ചാൽ പുതിയ പുതിയ ബന്ധങ്ങൾ തരുന്നതിനെ നല്ലവണ്ണം നോക്കിയാൽ ബന്ധങ്ങൾ റിസ്റ്റോർ ചെയ്യാം. എന്ത് റിസ്റ്റോർ ചെയ്യാം, പക്ഷെ ഒരു കാര്യം മാത്രം റിസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. എന്തുവാണെന്നറിയാമോ? സമയം. നിങ്ങളുടെ സമയം, ഇന്നലത്തെ സമയം പോയി, ഇന്ന് എന്തോ ചെയ്താൽ ആ സമയം തിരിച്ചു കിട്ടുമോ? കിട്ടുമോ ആൻറ്റി? ഒരിക്കലും സമയം തിരിച്ചു കിട്ടത്തില്ല. പക്ഷെ ബൈബിള് പറയാ നിന്റെ ഹൃദയത്തെ കീറി നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ നഷ്ടമായ സമയം തിരിച്ചു തരാവും. ഞാൻ ഇതോർത്തു, നമ്മുടെ ഈ കൊച്ചു ബുദ്ധി ചിന്തിച്ചു, എങ്ങനെ ഈ സമയമൊക്കെ തിരിച്ചു കിട്ടുന്നത്? പിന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെ സമയം തിരിച്ചു കിട്ടുന്നത്. എങ്ങനെ ഒരാളുടെ ലൈഫിൽ സമയം തിരിച്ചു ദൈവം കൊടുക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ കേട്ടേ അത്? എങ്ങനെ സമയം തിരിച്ചു കൊടുക്കുന്ന അറിയാം? ഒരാളുടെ ലൈഫിൽ സമയം നഷ്ടമായി, ഒരു 5-6 വർഷം നഷ്ടമായി, 5-6 വർഷം നഷ്ടമായി, അല്ലെങ്കിൽ ഒരു 10 വർഷം നഷ്ടമായി. നിങ്ങൾ ദൈവത്തിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ദൈവം പറയുന്ന പോലെ നിങ്ങൾ മാനസാന്തരത്തിൽ ജീവിക്കാം. അപ്പൊ ദൈവം എന്തോ എടുക്കുമെന്ന് അറിയാമോ? നിങ്ങളുടെ സമയം തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ദൈവം എങ്ങനെ തിരിച്ചു വരുന്നത് അറിയാമോ? ദൈവം സൂപ്പർ നാച്ചുറൽ തിരിച്ചു വരും. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുക എങ്ങനെ സമയം തിരിച്ചു വരുന്നത്. നിങ്ങൾ അതിനൊരു വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കിടക്കുന്നതാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കിടക്കുന്ന വാക്യം എന്തുവാ? ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചവര് ഉയരും, ക്ഷീണിച്ചു പോകാതെ അവർ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. പക്ഷെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ എന്തോ എടുക്കുന്ന? ശക്തിയെ പുതുക്കും. ഓടുന്നതിൻ്റെ സ്പീഡല്ല, നടക്കുന്നതിൻ്റെ സ്പീഡല്ല, ഓടുന്നതിൻ്റെ. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം നടക്കുകയും ഓടുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം എന്തോ എടുക്കുക? നടക്കുകയും ഓടുകയും. മനുഷ്യനെല്ലാം നടക്കുകയും ഓടുകയും ചെയ്യുക. പക്ഷെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരെ ദൈവം എന്തോ എടുക്കുന്ന? അവന്റെ ആൾട്ടിറ്റ്യൂഡിനെ ദൈവം ഉയർത്തും. ആൾട്ടിറ്റ്യൂഡ് ഉയർന്നാൽ നിന്റെ സ്പീഡിനെ കൂട്ടും. നടക്കുന്ന സ്പീഡല്ല, ഓടുന്ന സ്പീഡല്ല, പറക്കുന്ന സ്പീഡ്. ഇത് മനസ്സിലായോ? നിന്റെ 10 വർഷം കൊണ്ട് നിനക്ക് 10 വർഷം നഷ്ടമായി. അടുത്ത 10 വർഷം കൂടെ വേണം നിനക്ക് ചിലടത്ത് ചെന്ന് എത്തണമെങ്കിൽ, ഇത് നഷ്ടമായതൊന്ന് നികത്തണമെങ്കിൽ. അപ്പൊ 20 വർഷം പോയി. നിന്റെ 20 വർഷം കൊണ്ട് നിന്റെ കൂട്ടുകാർ എവിടെ എത്തിയോ, നിന്റെ റിലേറ്റീവ്സ് ഒക്കെ എവിടെ എത്തിയോ, അതിന് അപ്പുറം കർത്താവ് അതെല്ലാം കൂടെ കണക്കൂടി ചിലപ്പോൾ 2 വർഷം മതി, അല്ലെ 5 വർഷം മതി. നിന്റെ ആൾട്ടിറ്റ്യൂഡ് ഉയർത്തിയാൽ നിന്റെ വേഗത അധികം വർദ്ധിപ്പിക്കും. നീ ഇങ്ങു പോരും. നിന്റെ കൂട്ടുകാരോടെ ഞങ്ങൾ 20 വർഷമായിട്ട് കഷ്ടപ്പെട്ടിട്ട് കിട്ടാത്തത് നിനക്ക് 5 വർഷം കൊണ്ട് കിട്ടിയല്ലോ. എങ്ങനെ കിട്ടിയത്?
യഹോവയ്ക്കായി ഞാൻ പറഞ്ഞ ഈ വേർഡ് മനസ്സിലായോ? എക്സാമ്പിൾ പറയാം. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നവരും ഒക്കെയാണ്. നമ്മൾ നാട്ടിലോട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ വണ്ടിക്ക് ട്രെയിന് പോകണം, അല്ലെങ്കിൽ ബസ്സിന് പോകണം, അല്ലെങ്കിൽ കാറിന് പോകണം. ട്രെയിനും ബസ്സിനും കാറിന് പോയാൽ എങ്ങനെ പോയാലും എനിക്ക് അടുത്ത ദിവസം എനിക്ക് എറണാകുളം കോട്ടയം വരെ പോകണം. എങ്ങനെ പോയാലും ഒരു 12 മണിക്കൂർ 14 മണിക്കൂർ എടുക്കും. എറണാകുളം പോകണമെങ്കിൽ 12 മണിക്കൂർ എടുക്കും, കോട്ടയം പോകണമെങ്കിൽ 14 മണിക്കൂർ എടുക്കും. കോട്ടയം 12 മണിക്കൂർ വെച്ചു, ഒരു 14 മണിക്കൂർ വെച്ചു. എറണാകുളം വെക്കാം 12 മണിക്കൂർ. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം വരെ പോകണമെങ്കിൽ മിനിമം 12 മണിക്കൂർ എടുക്കും. വണ്ടിയെ യാത്ര ചെയ്താലും ട്രെയിനിൽ യാത്ര ചെയ്താലും ബസ്സിൽ പോയാലും എല്ലായിടത്തും പോയാലും. പക്ഷേ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്ലെയിനിൽ കയറി എത്ര സമയത്തിനാണ് എറണാകുളത്ത് കൊച്ചി പോയി ഇറങ്ങാം? 1 മണിക്കൂർ 55 മിനിറ്റ് മതി. മതിയോ? 55 മിനിറ്റ്. 2 പേര് സ്റ്റാർട്ട് ചെയ്യുക. 2 പേര് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ ട്രെയിനിൽ സ്റ്റാർട്ട് ചെയ്തു, ഒരാൾ ബസ്സിൽ യാത്ര ചെയ്തു, ഒരാൾ കാറിൽ യാത്ര ചെയ്തു, മറ്റൊരാളിവിടെ വെയിറ്റ് ചെയ്യുക. അയാൾ ഇങ്ങനെ പാവപ്പെട്ടവനായ അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ കർത്താവേ എന്നെ സമയമെല്ലാം പോയി. ഇവർ രാത്രി യാത്ര ചെയ്ത് രാത്രി മൊത്തം വണ്ടി ഓടിച്ച് രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേനെ എറണാകുളത്ത് ചെല്ലത്തുള്ളൂ. രാത്രി 10 മണിക്ക് എങ്ങാണ്ടോ, അല്ലെങ്കിൽ തുടങ്ങിയതാ രാത്രി 10 മണിക്ക് തുടങ്ങിയതാ, രാവിലെ 10 മണിക്കേ ചെല്ലത്തുള്ളൂ. പോട്ടെ, വൈകിട്ട് 8 മണിക്ക് യാത്ര തുടങ്ങിയതാ, രാവിലെ 8 മണിയാകുമ്പോഴത്തേനെ എറണാകുളം ചെല്ലത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാണ് മറ്റേ പുള്ളി ഇങ്ങനെ നിൽക്കുക, കർത്താവേ രാത്രി ഇത്രയും മണിക്കൂറുകൾ പോയി. പുള്ളിക്കൊക്കെ ഒരാളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തെന്ന് വെച്ചു. രാവിലെ 5 മണിയുടെ ഫ്ലൈറ്റ് ഉണ്ട്, ഇവിടുന്ന് ഇൻഡിഗോ ഫ്ലൈറ്റ് ഉണ്ട്. രാവിലെ ഫ്ലൈറ്റിന് 5 മണിക്ക് കയറി, 5 മണി കയറി 6 മണിയാകുമ്പോൾ പുള്ളി എറണാകുളത്ത് കയറും. മറ്റൊരു അന്നേരം ഇവിടെ എത്തിയിട്ടില്ല. അവരിനി വേണമെങ്കിൽ 2.5-3 മണിക്കൂർ വേണം. കാരണം ട്രാഫിക് ഉണ്ടെങ്കിൽ അത് പോയി, വണ്ടിക്ക് എന്തെങ്കിലും കേട് വന്നു എല്ലാം പോയി. ഇനിയും വേണം 2. ഇപ്പം ഈ പുള്ളി കുളിച്ച് ഒരുങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടിരിക്കുമ്പോൾ ഇവർ വന്നു, നീ വന്നോ? ഇത് മനസ്സിലായോ? അപ്പം ആൾട്ടിറ്റ്യൂഡ് നിന്റെ ഉയരാമെങ്കിൽ എന്തോ പറ്റും? നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കും. നഷ്ടമായ സമയം ദൈവം തിരിച്ചു തരാൻ പറ്റും. നിന്റെ നഷ്ടമായ സമയത്തെ ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ കൂടെ നിർത്താം. നമുക്ക് ഹോളി കമ്മ്യൂണിയൻ ഉള്ളത് കൊണ്ട് അതോ 1-2 കാര്യങ്ങളൂടെ പറയണോ? ഇത് ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് പറയണമെങ്കിൽ കുറേ സമയം എടുക്കും. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് പറയണമെങ്കിൽ കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ സ്പീഡ് വർദ്ധിക്കട്ടെ. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. 1-2 കാര്യങ്ങളും കൂടെ, എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം, അല്ലേ? ഇവിടെ വേർഡ് ഓഫ് പ്രോമിസസും കൂടെ ഞാൻ പറയാം. നിങ്ങളൊന്ന് ഓർത്തു വെച്ചു കേട്ടോ, നമ്മൾ റെൻഡ് യുവർ ഹാർട്ട് അതുവരെ കണ്ടു. സീക്ക് ഹിസ് ഫേസ്, അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഡിസ്ട്രോയ് ആൻഡ് ബ്രേക്ക്, അത് കാണാം. ഈ വേർഡ് കൂടെ നമുക്ക് കാണാം. വേർഡ് ഓഫ് ഗോഡ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് പെട്ടെന്ന് വായിച്ച് ആ വേർഡ് കൂടെ കണ്ടിട്ട് നമുക്ക് ഹോളി കമ്മ്യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ പോവാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16 തൊട്ട് 19 വരെ വായിച്ച്. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. ആൻറ്റി അതിന്റെ 19-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചിട്ട് പിന്നെ നമുക്ക് മേലോട്ട് വരാം. അതിന് 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആൻറ്റി അതിന്റെ 18-ാം വാക്യം. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. ഒറ്റ വാക്യം. നമ്മൾ ഈ വാക്യം എപ്പോഴും പറയാറുള്ളതാണോ? കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കുമെന്ന് ഞങ്ങളുടെ വചനമുണ്ട്. രക്താംബരം പോലെ ചുമന്നിരുന്നാലും പഞ്ഞി പോലെ മൃദുലമാക്കാമെന്ന് ഞങ്ങളുടെ വചനമുണ്ട്. വചനമുണ്ട്. ഈ വചനം കണ്ടീഷണലാ. എന്തോന്നറിയാമോ? കണ്ടീഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലടത്ത് സ്റ്റാർ ഇടുന്ന കണ്ടിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ സ്റ്റാർ ഇട്ട് വെച്ചേക്കും. കണ്ടീഷണൽ. ഇത് പറഞ്ഞേക്കുന്ന വേർഡ് കണ്ടീഷണൽ. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നീ എന്ത് ചെയ്തിട്ട് വന്നാ അതതിന്റെ മോളി പറഞ്ഞേക്കുന്നത്. അതിന്റെ മോളി പറഞ്ഞേക്കുക
കുറേ കാര്യങ്ങൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞേക്കാം. എന്തോ പറഞ്ഞേക്കുന്നത് ഞാൻ വായിക്കാമേ. ഇസ്രായേൽ മക്കളോട് പറഞ്ഞേക്കാം. എന്തുവാണെന്നറിയോ പറഞ്ഞേക്കുന്നത്? അതിന് ആദ്യം തൊട്ട് നിങ്ങൾ പഠിക്കണം. ആദ്യത്തെ വാക്യം തൊട്ട് നമ്മൾ പഠിക്കണം. അതിൻ്റെ 11-ാമത്തെ വാക്യം, ഈ 10-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കട്ടെ. സോദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേലിനെ വിളിക്കുന്ന സോദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഗോമേറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുവീൻ. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ട് കൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടാൻ നിങ്ങളോട് ചോദിച്ചത് ആര്? നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ പ്രാകാരത്തിൽ വരാൻ? എന്തുകൊണ്ടാണെന്നറിയോ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും ശബത്തും സഭായോഗവും കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെ ഉത്സവങ്ങളെ ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയുന്നു. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കത്തില്ല. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ പിടുത്തം കിട്ടുന്നുണ്ടോ? അതിന്റെ താഴോട്ട്, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നീക്കിക്കള. എന്നിട്ട് യാഗം പോലും കൊണ്ടുവന്നാൽ മതിയെന്ന്. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. കണ്ടോ? അപ്പൊ ഇവരെന്തൊക്കെയാ ചെയ്തത്? അനാഥനെ പീഡിപ്പിക്കുക, വിധവയെ പീഡിപ്പിക്കുക, അന്യായം ചെയ്യുക, കൈക്കൂലി, കൊള്ളത്തരവും കൊലയും മ്ലേച്ഛത എല്ലാം ചെയ്തിട്ട് എന്നോട്ടെന്നറിയാമോ? ദൈവത്തിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നൊരു യാഗം കഴിച്ചു. ദൈവത്തിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്ന് യാഗം കഴിച്ചു. സഭയ്ക്ക് കൊണ്ടുവന്ന് കുറെ കാശം കൊടുത്തു. ദൈവം പറഞ്ഞ നിർത്ത്, നിന്റെ പൈസ എനിക്ക് വെറുപ്പാ, നിന്റെ യാഗം എനിക്ക് വേണ്ട. വ്യഭിചാരം ചെയ്തിട്ട് വരുന്നവനെ നിന്റെ യാഗം എനിക്ക് വേണ്ട. അനാഥന്റെ പണം തട്ടിപ്പറിച്ചിട്ട് നീ വരുന്ന നിന്റെ പണം എനിക്ക് വേണ്ട. നിന്റെ സ്തോത്രം എനിക്ക് വേണ്ട. നിന്റെ മിനിസ്ട്രി എനിക്ക് വേണ്ട. നീ യാഗപീഠത്തിൽ ആര് പറഞ്ഞു? എന്റെ പ്രാകാരത്തിൽ ചവിട്ടാ നിന്നോട് ആരാ പറഞ്ഞേ? കേട്ടോ? കർത്താവ് പറയാം, നീ ആദ്യമേ പോയി മാനസാന്തരപ്പെട്ടിട്ടോ. നമ്മൾ ഇന്ന് നേരെ തിരിച്ചാ. അച്ചായന് കാശുള്ളതുകൊണ്ട് നമ്മൾ ലീഡർഷിപ്പ് കൊടുക്കും. എന്ത് കാര്യമുള്ളവനെ, ഏത് കാര്യത്തിൽ ചെയ്തവനെ നമ്മളോട് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ന്യായീകരിക്കും. പക്ഷെ ബൈബിൾ എന്താ പറയുന്നേ? വിധവയെ, അനാഥനെ, ആൾക്കാരെ, കുഞ്ഞുങ്ങളെ, ഇവരെയൊക്കെ പീഡിപ്പിക്കുന്നവൻ, രക്തം നിങ്ങളുടെ കൈകളിൽ നിറഞ്ഞിരിക്കുന്നവൻ. ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. എന്നിട്ട് ഇതെല്ലാം ദൈവം പറയാം, ആദ്യം നീ നീതി ചെയ്യാൻ പഠിക്കും. നീ ആദ്യം ന്യായം ചെയ്യാൻ പഠിക്കും. നീ എന്നിട്ട് യാഗം കൊണ്ടുപോവാ അല്ലേ? പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ കൊന്ന പാവം തിന്നാൻ തീരുന്നല്ലേ? കൊന്ന പാവം ആൾക്കാരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു, ഒരു 10 ലക്ഷം രൂപ കിട്ടി, മോഷ്ടിച്ചതാ. എന്നാ പിന്നെ സഭയ്ക്ക് കൊണ്ട് 1 ലക്ഷം രൂപ കൊടുത്തേക്ക്. അപ്പൊ ഇതങ്ങ് പൊക്കോളുമല്ലോ. കർത്താവ്, നിന്റെ പണം ആർക്ക് വേണം? കൈക്കൂലി മേടിച്ചിട്ട്, പീഡിപ്പിച്ചത് മേടിച്ചിട്ട് നീ എവിടെങ്കിലും പള്ളി കൊണ്ട് സ്വത്രാഴ്ച കൊണ്ടിട്ടു, അല്ലെ ഏതെങ്കിലും മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തു. ബൈബിള് പറയുക, ദൈവത്തിന് അതല്ല വേണ്ടിയത്. നിന്റെ പണമല്ല വേണ്ടിയത്, നിന്റെ മറ്റൊന്നുമല്ല വേണ്ടിയത്. നിന്റെ ഹൃദയത്തിൽ ശുദ്ധമായിട്ട് നീ 1 രൂപ കൊടുത്താൽ മതി. നിന്റെ ഹൃദയം ശുദ്ധമായിട്ട് നീ 10 രൂപ കൊണ്ട് സ്വത്രാഴ്ച ഇട്ടാൽ മതി. തമ്പുരാൻ അതിൽ പ്രസാദിക്കും. നിന്റെ ഹൃദയത്തോടുകൂടെ, മനസ്സോടുകൂടെ നീ ചെയ്ത. പക്ഷെ നീ കൊള്ളയും വഞ്ചനയും ചതിയും എല്ലാം ചെയ്തിട്ട് നീ 10 ലക്ഷം രൂപ കൊടുത്താലും ദൈവം നിന്നെ വെറുക്കുന്ന. വരുവീൻ, നീ ഇതെല്ലാം ചെയ്തിട്ട് വാ. ന്യായം പഠിക്ക്, നന്മ ചെയ്യാൻ പഠിക്ക്, തിന്മ മതിയാക്ക്.
ഞാൻ കണ്ടീഷനല്ല, ഇത് കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞേ, വരുവീൻ, നീ ഇതെല്ലാം ചെയ്തിട്ട് വാ, എന്നിട്ട് നമുക്ക് മുമ്പിൽ വാദിക്കാം. നിന്റെ പാപം എത്ര കടിഞ്ഞുമപ്പായിരുന്നാലും ഞാനതിന് ഹിമം പോലെ വെളുപ്പിക്കാം. അതെത്ര രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാൻ പഞ്ഞി പോലെ മൃദുലമാക്കാം. നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ ദേശത്തിന്റെ നന്മ നീ അനുഭവിക്കും. നീ മറുത്തു മത്സരിക്കുന്നെങ്കിലോ വാളിനിരയായി തീരുന്നു. അയ്യോ ദൈവമേ, കണ്ടോ? ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഇഷ്ടമെന്ന് പറ. നിങ്ങൾ പറ, ഇത്രയും ദൈവവചനം കേട്ടിട്ട് നമ്മൾ എന്തോ ദൈവത്തിന് ഇഷ്ടം എന്തോ? നമ്മുടെ വിശുദ്ധി, നമ്മുടെ ഹൃദയത്തിന്റെ നിഷ്കളങ്കത. കേട്ടോ, നമ്മൾ നിഷ്കളങ്കരായി, വിശുദ്ധിയുള്ളവരായി, താഴ്മയുള്ളവരായി നിങ്ങൾ ഒന്നും ചെയ്തില്ലയോ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവം നോക്കും. ഹൃദയത്തെ ദൈവം നോക്കും. വഞ്ചന, ചതി, കൊള്ള, രക്തം, പാപം, ഇതെല്ലാം വെച്ചോണ്ട് നമ്മൾ ദൈവത്തിന് അടുക്ക വന്ന് ഭയങ്കര വെള്ളം ഇട്ടിട്ട് ഭയങ്കര വർഷിപ്പിക്കും. ദൈവം നോക്കുന്നില്ല. ദൈവത്തിന് ആഗ്രഹം. പക്ഷെ നീ ഹൃദയ നുറുക്കത്തോടെ ദൈവസ്ഥലത്ത് വന്നേ, വേദനയോടൊന്ന് വന്നേ. അപ്പാ, ഞാനൊരു ബലഹീനനാണ്, എൻ്റെ ജീവിതത്തിൽ ബലഹീനതയുണ്ട്, ഞാൻ കുറവുള്ളവനാ, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. ആ ചുങ്കക്കാരുടെ കാര്യം പറഞ്ഞിട്ട് അവൻ മാറത്തിടിച്ച് ദൈവത്തോട് നിലവിളിച്ചു. സ്വർഗത്തിലേക്ക് നോക്കാൻ അവന് പറ്റാഞ്ഞിട്ട് അവൻ തല കുനിച്ചു. പരീശൻ എവിടെ വന്നു? പരീശൻ ആലയത്തിന്റെ ഫ്രണ്ടിൽ വന്നു. കർത്താവേ, ഞാൻ പുറകെ ഇരിക്കുന്ന പുള്ളിയെ പോലൊന്നും അല്ല. യേശു കർത്താവ് പറഞ്ഞ ഉദാഹരണമാണ്. ഞാൻ പുറകെ ഇരിക്കുന്ന പുള്ളിയെ പോലൊന്നും, ഞാൻ ഭയങ്കര വിശുദ്ധന, പതാരം കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, ഉപവസിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ പുള്ളി വേദനയോടെ അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും വൈ. അവൻ തല കുനിച്ചവന്ന് അവൻ അവിടെ തന്നെ എങ്ങിയിരുന്നു, വാതുക്കലിരുന്നു. എന്നിട്ട് അവൻ നെഞ്ചത്തോട്ട് ഇടിച്ചു, അപ്പാ, എനിക്ക് അങ്ങനെ എടുക്കാൻ വരാൻ യോഗ്യനല്ല, ഞാനൊരു പാപിയ, ഞാൻ പാപം ചെയ്ത് എന്നോട് പൊറുക്കണം. വേദന കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നത്, ഹൃദയ നുറുക്കത്തോടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചോദിക്കുക, ഈ രണ്ടുപേരുടെ പ്രാർത്ഥനയിൽ ആരുടെ പ്രാർത്ഥനയിലാണ് ദൈവം പ്രസാദിച്ച്? പറഞ്ഞ ദൈവമക്കളെ, ചുങ്കക്കാരന്റെ പ്രാർത്ഥന. എങ്ങനെ നമ്മൾ ദൈവസേനയിൽ വരണ്ടേ? നമ്മൾ വരേണ്ടത് ഹൃദയ നുറുക്കത്തോടെ വരണം. കേട്ടോ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ബലഹീനത ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു, എനിക്കൊരവസരം കൂടെ തരണേ, എന്നെ സഹായിക്കണേ. ദൈവം പറയും, മോനെ, എനിക്കറിയാം നീ ജഡമാണെന്നറിയാം, ഞാൻ എൻ്റെ കരുണ നിന്നോട് കാണിക്കാം. പക്ഷേ ഇസ്രായേൽ മക്കൾ എന്തോ ചെയ്തേ? ഇതെല്ലാം കാണിച്ചിട്ട് ഒരു വലിയ കാളയം കൊണ്ട് വരിക. എന്നിട്ട് എല്ലാവരെയും കാണിച്ചുകൊണ്ട് വരിക, ഞാൻ കാളയം കൊണ്ടാണ് വന്നത് കേട്ടോ, നിങ്ങളൊക്കെ പാവപ്പെട്ടവരൊക്കെ ആടിനെയും കൊണ്ട് വന്നപ്പോൾ ഞാൻ അന്ധവനെയും കൊണ്ട് വന്നു, കാളയും കൊണ്ടാ വന്നേ. നിന്റെ കാളയെ എനിക്ക് വേണ്ട, നിന്റെ യാഗം എനിക്ക് വേണ്ട. എത്ര ആഴമാ! ബൈബിളിലെ ചില വാക്യങ്ങൾ കണ്ടീഷണലാണ്. നമ്മൾ ഇന്നിവിടെ വചനം കേട്ടു, നമ്മൾ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചർച്ച വരുമ്പോൾ മാത്രമല്ല, എന്ത് കാര്യത്തിൽ ഞാൻ ഇടപെടുമ്പോഴും നീതിയില്ലാത്ത എൻ്റെ ലൈഫിൽ വരത്തില്ല. ഞാൻ ഒരു കള്ളത്തരം ഞാൻ ചെയ്യത്തില്ല. സത്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ രാവിലെ ലേറ്റായി, അത് ഞാൻ ലേറ്റ് ആയതിൻ്റെ കാരണം ഇതൊന്നും പറയണ്ട, എഴുന്നേക്കാൻ താമസിച്ചു. വെരി സിമ്പിൾ. ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ചിലർ ഓപ്പണായിട്ട് പറഞ്ഞത് അവരോട് ബഹുമാനം കൂടത്തേ ഉള്ളൂ. അവരോട്, ബ്രദറെ, എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല, ഇച്ചിരി ക്ഷീണമായിരുന്നു. അവരെ മനസ്സിലാവും. ആർക്കാ മനസ്സിലാവും? മനുഷ്യനാ, ക്ഷീണം വരാം, ബസ് കിട്ടിയില്ല, അത് മനസ്സിലാവും. പക്ഷെ എഴുന്നേക്കാനും അതും പറയത്തില്ല. ബസ് കിട്ടുന്ന സമയത്ത് ഇറങ്ങിയില്ല, ഇതൊന്നും പറയാതിരിക്കും. നമ്മൾ ആരെയെന്ന് പറയും? വേറെ ആരെങ്കിലും കുറ്റം പറയും. അത് ചെയ്യല്ലേ കേട്ടോ. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. ഒരു പുള്ളി സ്ഥിരം മീറ്റിങ്ങിന് വരുന്നത് ലേറ്റായിട്ടാണ്. എന്നിട്ട് സ്റ്റേജിലോട്ട് കയറിയിട്ട്, നിങ്ങളെല്ലാവരും വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പ്രാർത്ഥിക്കാൻ. പുള്ളിയെ വന്നത് ലേറ്റാ. നിങ്ങളെല്ലാം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചു തുടങ്ങാൻ ഇത്രയും അരമണിക്കൂർ ലേറ്റ് ആയത്. പുള്ളി 25ാമത്തെ മിനിറ്റിലാണ് വന്നത്. ഇതിന് 30ാമത്തെ മിനിറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങി. മീറ്റിംഗ് സമയം പറഞ്ഞിട്ട് സമയം എത്ര ആയെന്നറിയാം?
ഒരു ദിവസം ഇത് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ ഒരാൾ കൂടെ നിന്നിട്ട് പറയും, പെടുന്നല്ല കൊച്ചിൽ പറയും, ആ പുള്ളിയോട് പറ കള്ളത്തരം പറയാതിരിക്കാൻ, ആ പുള്ളിയോട് പറ കള്ളത്തരം പറയാതിരിക്കാൻ. കള്ളത്തരം പറഞ്ഞിട്ടാ പുള്ളി ശുശ്രൂഷിക്കാൻ പോകുന്നത്. കള്ളത്തരം പറയാതിരിക്കുക. മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുക, പിള്ളേരും അല്ലെ യൗവനക്കാരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. കള്ളത്തരം പറയാതിരിക്കുക. ഞാൻ പറഞ്ഞു, എടാ നീ മിണ്ടാതിരിക്കുക. ഒരിക്കലും ചെയ്യില്ല. എന്തെങ്കിലും പറ്റിയോ? ഞാൻ അല്പസമയം ലേറ്റ് ആയിപ്പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, രാവിലെ ഇടുന്ന ഇത് പറഞ്ഞാൽ മനസ്സിലാവും. കണ്ടീഷണൽ ദൈവത്തിൻ്റെ വചനം കേട്ടോ. നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഒരിക്കലും നമ്മൾ കള്ളത്തരം ചെയ്യല്ല. നമ്മളാരും ചെയ്യുന്നുണ്ടെന്നല്ല, ദൈവമക്കളാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ജനറലി പഠിപ്പിക്കുക, നീതിയുള്ള, കാരണം ഓൺലൈനിൽ കൂടെ പോകുന്ന വീഡിയോ, നമ്മൾക്ക് നീതി അല്ലാത്ത ഒന്നും നമ്മുടെ ലൈഫിൽ വരില്ല. പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവിൻ്റെ തിരുമേശയോട് അടുക്കാൻ വേണ്ടി പോകും. തിരുമേശയോട് അടുക്കാൻ പോകും. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്